കിട്ടിയാൽ ഇടുക്കിയും മറ്റു സീറ്റുകളും വിട്ടുകൊടുക്കാൻ തയ്യാറെന്ന് മോൻസ്. എതിർപ്പുമായി അപ്പുവും മറ്റു നേതാക്കളും. കേരള കോൺഗ്രസിലെ ആഭ്യന്തര കലഹം പൊട്ടിത്തെറിയിലേക്ക്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സീറ്റ് ചർച്ചകൾ പുരോഗമിക്കവേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ഭിന്നത രൂക്ഷമാകുന്നു. PJ ജോസഫിന്റെ മകൻ അപ്പു ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നതിനായി ഇടുക്കി സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാനുള്ള നീക്കമാണ് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴി തെളിച്ചിരിക്കുന്നത്. PJ ജോസഫ് നേരിട്ട് മത്സരിക്കുകയാണെങ്കിൽ തൊടുപുഴയിൽ വിജയം സുനിശ്ചിതമാണെന്നിരിക്കെ അപ്പുവിന്റെ കാര്യത്തിൽ അത്ര കണ്ട് ഉറപ്പില്ല. അപ്പു ജോസഫ് മത്സരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ള കാലുവാരൽ ഭീഷണി ഒഴിവാക്കാനുള്ള തന്ത്രപരമായ നീക്കമെന്ന നിലയിലാണ് ഇടുക്കി സീറ്റ് കോൺഗ്രസിന് നൽകാൻ പാർട്ടി നേതൃത്വം തയ്യാറെടുക്കുന്നത്. എന്നാൽ പതിറ്റാണ്ടുകളായി പാർട്ടിയെ സ്നേഹിക്കുന്ന പ്രാദേശിക നേതാക്കളെ വഞ്ചിക്കുന്ന നിലപാടാണ് ഇതെന്ന വികാരം അണികൾക്കിടയിൽ ശക്തമാണ്. പാർട്ടിയിൽ PJ ജോസഫിനെ നിഷ്പ്രഭനാക്കി മന്ത്രിസ്ഥാനം ലക്ഷ്യം വെക്കുന്ന മോൻസ് ജോസഫാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ സംസാരമുണ്ട്. നേരത്തെ കുട്ടനാട് സീറ്റ് സാമ്പത്തിക താൽപര്യങ്ങൾക്കായി വിറ്റു എന്ന ആക്ഷേപം നിലനിൽക്കെയാണ് മോൻസിനെതിരെ പുതിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് മറ്റൊരു നേതാവ് കൂടി ഉയർന്നു വരുന്നത് തടയാനും സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ജില്ലയിൽ സംഘടനയെ ദുർബലപ്പെടുത്താനുമുള്ള മോൻസ് ജോസഫിന്റെ നീക്കത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ഉയരുന്നത്. ജോസഫ് ഗ്രൂപ്പിലെ ഈ ആഭ്യന്തര തർക്കങ്ങൾ LDF ക്യാമ്പ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും സർവേ ഫലങ്ങളിൽ സീറ്റ് എണ്ണത്തിൽ അത് പ്രതിഫലിക്കാത്ത സാഹചര്യത്തിൽ UDFിലെ ഈ വിള്ളലുകൾ പ്രയോജനപ്പെടുത്തി പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് LDF. തൊടുപുഴയിൽ അപ്പു ജോൺ ജോസഫാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് തന്നെയുള്ള ശക്തനായ ഒരു നേതാവിനെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായോ അല്ലെങ്കിൽ പൊതുസമ്മതനായ സ്വതന്ത്രനായോ രംഗത്തിറക്കാനുള്ള സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട്. ഇടുക്കിയിലെ ഈ രാഷ്ട്രീയ അനിശ്ചിതത്വം വരും ദിവസങ്ങളിൽ UDF നേതൃത്വത്തിന് വലിയ തലവേദനയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. UDF അധികാരത്തിൽ വന്നാൽ എങ്ങനെയും തനിക്ക് മന്ത്രിയാകണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് പാർട്ടിയിലെ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായ മോൻസ് ജോസഫ് MLA കരുക്കൾ നീക്കുന്നത്. പാർട്ടിയിലെ സീനിയറായ PJ ജോസഫിനെ മത്സര രംഗത്ത് നിന്നും മാറ്റി നിർത്തിയാൽ മാത്രമേ തനിക്ക് മന്ത്രിയാകാൻ കഴിയൂ എന്ന് മോൻസിനറിയാം. ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസിന് ലഭിച്ചാൽ അപ്പുവിന് അവിടെ മത്സരിക്കാൻ കഴിയും. ഈ സാഹചര്യം ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് ഇടുക്കി സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാൻ മോൻസ് തയ്യാറാകുന്നത്. തന്റെ മോശം ആരോഗ്യം പരിഗണിച്ച് ജോസഫ് തൊടുപുഴയിൽ മത്സരിക്കാതിരുന്നാൽ അവിടെ അപ്പുവിനെ മത്സരിപ്പിക്കുകയും ചെയ്യാം. തന്നെക്കാൾ ജൂനിയറായ അപ്പു ജയിച്ചു വന്നാൽ തനിക്ക് ഭീഷണിയാവില്ല എന്ന കണക്കുകൂട്ടലിലാണ് മോൻസ് ജോസഫ് ഇടുക്കി കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നത്. എന്നാൽ ഇത് മനസ്സിലാക്കിയ എതിർവിഭാഗം മോൻസിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇടുക്കി, ഏറ്റുമാനൂർ, കോതമംഗലം, തൃക്കരിപ്പൂർ എന്നീ സീറ്റുകൾ കോൺഗ്രസിന് നൽകി കുട്ടനാട് നിലനിർത്താനുള്ള മോൻസിന്റെ നീക്കങ്ങൾ പാർട്ടിയെ വീണ്ടും ഒരു പിളർപ്പിലേക്ക് നയിക്കുമെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ.